വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 63 സീറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിഷൻ. പാർട്ടിക്കുള്ളിലെ തന്നെ എതിർപ്പുകളെ മറികടന്ന് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദവും. കുറഞ്ഞത് 90 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 63 സീറ്റ് പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ്. 60-ലധികം കൂടുതൽ സീറ്റ് കോൺഗ്രസ് പിടിച്ചാൽ UDF മൊത്തത്തിൽ 100 സീറ്റിന് മുകളിലേക്ക് പോകുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യവുമാണ്. ഇക്കൊല്ലം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി KPCCയിലെ നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയും തകൃതിയാകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന നേതൃത്വ മീറ്റിംഗിലാണ് പ്രതിപക്ഷ നേതാവ് തൻ്റെ പദ്ധതി ആദ്യമായി അവതരിപ്പിച്ചതിനിടയിൽ എതിർപ്പുണ്ടായതിനെ തുടർന്ന് അതിന്മേലുള്ള ചർച്ച നിർത്തിവെക്കുകയും ചെയ്തു. മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അതീവ ദയനീയമാകും. ഇതിനിടയിൽ ഇക്കാര്യത്തിൽ ഗ്രൂപ്പുകളുടെ പിന്തുണ നേടിയെടുക്കാനും വി.ഡി. സതീശന് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. 63-ൽ ഏതൊക്കെ സീറ്റുകളിൽ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സമീപിക്കണമെന്നുമുള്ള കാഴ്ചപ്പാട് വ്യക്തമായി അദ്ദേഹത്തിനുണ്ട്. അതിന് UDFലെ സഖ്യകക്ഷികളുടെ പിന്തുണ നേടാനും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻസി കേരളത്തിലെത്തി നേതാക്കളുമായി ചർച്ച ചെയ്തതിൻ്റെ സംക്ഷിപ്ത രൂപം ദേശീയ കോൺഗ്രസ് നേതാക്കളായ ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ധരിപ്പിക്കും. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ ശക്തി ആർജിക്കുകയാണ് എന്ന മാധ്യമ റിപ്പോർട്ടിനെ ഡൽഹി യാത്രയ്ക്ക് മുന്നേ തന്നെ ദീപദാസ് മുൻസി ഖണ്ഡിച്ചിരുന്നു. പാർട്ടിയിൽ അനൈക്യമെന്ന മാധ്യമ റിപ്പോർട്ട് തെറ്റാണ് എന്ന്. എങ്കിലും AICC ഹൈക്കമാൻഡിന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക്. ഇതനുസരിച്ചാവും സംസ്ഥാനത്ത് നേതൃമാറ്റത്തിൻ്റെ അന്തിമ തീരുമാനം എടുക്കുക. കണ്ണൂർ MPയും KPCC പ്രസിഡന്റുമായ K. സുധാകരൻ സ്ഥാനം ഒഴിയേണ്ടി വരുമോ എന്നത് ഇക്കാര്യത്തിൽ AICCയുടെ അന്തിമ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങൾക്കിടയിലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരുക്കം കോൺഗ്രസിൽ തകൃതിയായി നടക്കുകയാണ്. കേരള സർക്കാർ മൂലം ധൂർത്തിൻ്റെയും അഴിമതിയുടെയും വിലക്കയറ്റത്തിൻ്റെയും പരിതാപകരമായ അവസ്ഥയാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ അത് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളും CPMനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലുമാണ്. ഇത് കോൺഗ്രസിൽ പ്രതീക്ഷയുടെ വഴിയൊരുക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അഴിമതിയുടെ ബ്രഹ്മാണ്ഡ കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. 9 വർഷം കൊണ്ട് LDF സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത് സമാനതകളില്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. CMRLും ബ്രൂവറിയും PPE കിറ്റും തുടങ്ങി അടിമുടി അഴിമതിയാണ്. പ്രളയത്തേക്കാൾ കൊറോണയേക്കാൾ വലിയ ദുരിത കാലഘട്ടമാണ് ഇവിടെ LDF സർക്കാർ സമ്മാനിച്ചിട്ടുള്ളത്. ചരിത്രത്തിലില്ലാത്ത വിലക്കയറ്റവും നികുതി വർധനവും സ്വജന പക്ഷപാതവും ഒക്കെയായി കിരാത ഭരണം കാഴ്ചവെക്കുകയാണ് LDF സർക്കാർ. നടുക്കടലിൽപ്പെട്ടവന് കാഴ്ചയിൽ വെള്ളം ആവശ്യത്തിൽ കൂടുതലുണ്ട്, എന്നാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത ഗതികേടിലാണ്. ഇതായുധമാക്കി കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഭരണത്തിലേറാനുള്ള തയ്യാറെടുപ്പ് തകൃതിയായി നടക്കുകയാണ് അണിയറയിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.